അറഫയുടെ പ്രത്യേകത വിശദീകരിച്ച ഹദീസിൽ കാണാം, ഏറ്റവും നല്ല ദുആ ഖൈറു ദുആഇ യൗമി അറഫ. ഇൻഷാ അല്ലാഹ് നമുക്കത് വെള്ളിയാഴ്ചയാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്നത് അടുത്ത വെള്ളിയാഴ്ച ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച ദിവസമാണ്, സുന്നത്ത് നോമ്പിന്റെ ദിവസമാണ്, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പെടുന്ന ദിവസമാണ് എന്നെല്ലാം അറിഞ്ഞ് നമ്മൾ മാത്രമല്ല നമ്മുടെ വീട്ടിലന്ന് നോമ്പുണ്ടാവണം, നമ്മുടെ വീട്ടുകാർക്കന്ന് യൗമ അറഫയുണ്ടാവണം, അതിന്റെ മര്യാദകളും ചുറ്റവട്ടങ്ങളും ഉണ്ടാവണം. 2 പെരുന്നാളിന്റെയും തലേ ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ 1 വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന നോമ്പ് എന്ന് പ്രത്യേകമായി അറഫാ ദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നുവെങ്കിൽ നമുക്കത് കിട്ടണം. പ്രത്യേകിച്ചും ഈ ഒരു നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഒരു ക്ഷീണവുമില്ലാതെ പൂർത്തിയാക്കാൻ പറ്റുന്ന ആ സുന്നത്ത് നോമ്പ് നമ്മളും നമ്മുടെ മക്കളും അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ശ്രമം ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.